യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നന്മയുള്ള യുവഹൃദയങ്ങളുടെ പുതിയ മുഖങ്ങളും വ്യത്യസ്ത അനുഭവങ്ങളും യൂത്ത് ഫോർ ക്രൈസ്റ്റിലെ പ്രേക്ഷകർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതാ വ്യത്യസ്ത അനുഭവങ്ങളും പുതിയ കാഴ്ചകളുമായി യൂത്ത് ഫോർ ക്രൈസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ. ആലുവ അത്താണിക്കടുത്തുള്ള പാലിയേറ്റീവ് കെയർ സെൻ്ററിൽ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഒരു കൂട്ടം യുവതീ യുവാക്കളെയാണ് യൂത്ത് ഫോർ ക്രൈസ്റ്റിൽ നാം ഇന്ന് അടുത്തറിയുന്നത്. കരുണയുടെ തിരുനാളവുമായി മാലാഖമാർ വിണ്ണിൽ നിന്നിറങ്ങി വരുന്നത് പോലെ തോന്നുന്നു ഭൂമിയിലെ ഈ മാലാഖമാരെ കാണുമ്പോൾ. ആതുര ശുശ്രൂഷ ഒരു വരുമാനമാർഗമായി മാത്രം കാണുന്ന ധാരാളം പേർ നമ്മുടെ യുവതലമുറയിലുണ്ടെങ്കിലും സ്വാർത്ഥത തെല്ലുമില്ലാതെ ആലുവ അത്താണിക്കടുത്തുള്ള സിഗ്മാറ്റ പാലിയേറ്റീവ് കെയറിലെ ആരോരുമില്ലാത്ത രോഗികളെ ശുശ്രൂഷിക്കുന്ന ഈ യുവരത്നങ്ങൾ ഭൂമിയിലെ മാലാഖമാർ തന്നെയാണ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് നന്മയുള്ള യുവഹൃദയങ്ങൾക്ക് സ്വാഗതം. നന്മയുള്ള ഒരുപാട് യുവഹൃദയങ്ങളെ അടുത്തറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്നത് വേറിട്ടൊരു അനുഭവമാണ്. സ്വന്തം മക്കൾ പോലും ചെയ്യാൻ മടിക്കുന്ന നന്മ പ്രവൃത്തി ഈ പാലിയേറ്റീവ് കെയർ സെൻ്ററിലൂടെ നിങ്ങൾ നിരന്തരമായി ചെയ്യുന്നു. ആരോരുമില്ലാത്ത പാവപ്പെട്ട രോഗികളെ നിങ്ങൾ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അർപ്പണ മനോഭാവം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? എൻ്റെ പേര് അനീഷ്. അങ്കമാലി അടുത്ത് മള്ളിശ്ശേരിയിലാണ് എൻ്റെ വീട്. ഞാൻ ഈ ഒരു ശുശ്രൂഷയിൽ കടന്നു വന്നത് ഞാൻ ഒരു ജീസൂത്ത് മൂവ്മെൻറ്റിലൂടെ ആണ് ഈശോയെ കൂടുതൽ ഈശോയുടെ സ്നേഹം അറിഞ്ഞത്. അപ്പോൾ ആ ഈശോ എനിക്ക് വേണ്ടി ഒത്തിരി പീഡകൾ സഹിച്ചു, വേദന അനുഭവിച്ചു. അപ്പോൾ ആ ഈശോയുടെ സ്നേഹം എന്നെ കൂടുതൽ ഈശോയുടെ സ്നേഹമാണ് എന്നെ ഇതിന് ഈ ഒരു ശുശ്രൂഷയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടവും ഒക്കെ തോന്നി. അപ്പോൾ അതിലൂടെയാണ് ഈശോയെ അവരെ കാണുമ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ ഈശോയെ കാണാനും സ്പർശിക്കാനും ഒക്കെ എനിക്ക് അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ പോലും ഈശോയുടെ ഒരു സ്നേഹം എനിക്കും അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ കടന്നു വരുന്നത്. എൻ്റെ പേര് മിനി ബാബു. ഞാൻ കോടിശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹൗസ് വൈഫാണ്. ആരോരുമില്ലാത്തവരെ സഹായിക്കുക, വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരുക, അങ്ങനെ അവർക്ക് നൽകുന്ന ആ സംതൃപ്തി അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും പ്രചോദനമാവുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ പേര് അമ്പിളി തോമസ്. അയിരൂരാണ് എൻ്റെ വീട്. ഞാൻ പോസ്റ്റ് പി എസ് സി കഴിഞ്ഞ് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗിലായിരുന്നു പോസ്റ്റ് പി എസ് സി ചെയ്തത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരുപാട് ജീരിയാട്രിക് കെയർ സെൻറ്റേഴ്സിലും പീഡിയാട്രിക് കെയർ സെൻറ്റേഴ്സിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കുടുംബവും ജോലിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലൊരു ജോലി അന്വേഷിച്ചു. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊരു ജോലി കിട്ടുമായിരുന്നില്ല. അപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പോയ അവരെ കണ്ടുമുട്ടിയ അവസ്ഥയിൽ അവരുടെ ഓരോരോ ഇതും എനിക്കും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അച്ഛനെ വിളിച്ചിങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. ആ സാറിനെ വന്ന് കണ്ടാൽ അവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞു. എൻ്റെ പേര് സിബി വർഗീസ്. ഞാൻ കാലടിക്ക് അടുത്തുള്ള കൊറ്റം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടുത്തെ സെമിനാരിൽ ജസ്റ്റ് ചേർന്നിരിക്കുന്നു. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കുന്ന ഇന്നത്തെ കാലത്ത് ആരും തന്നെ ഇങ്ങനെയുള്ള ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾ ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും അനാവശ്യമായിട്ട് മണിക്കൂറോളം ചെലവിടുന്ന ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഈ മേഖലയിലോട്ട് ഒരാളെങ്കിൽ വരാൻ സാധിച്ചാൽ അത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു.
ആ ഒരു വലിയ ഒരു എന്താ പറയുക ഉദ്ദേശത്തോടെയാണ് എനിക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. പിന്നെ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. രോഗിക്ക് ആരോഗ്യവാനാകാനും ആരോഗ്യവാനെ രോഗിയാക്കാനും ധനവാനെ ദരിദ്രനാക്കാനും ദരിദ്രനെ ധനവാനാക്കാനും ദൈവത്തിന് ഒരു നിമിഷം മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കായാലും ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു അവസ്ഥയാണ് ഈ തളർന്നു കിടക്കുന്ന അവസ്ഥയും ആരാരുടെയും സഹായം മൂലമില്ലാതെ നമുക്ക് ഉള്ളൊരവസ്ഥ വരുന്നത്. അതുകൊണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞ് ഇത് എനിക്ക് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന, എനിക്ക് മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ ഒരു കുറ്റമായിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണത്, അല്ലാണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിയാൽ ഇതിന് പകരം വേറെ ആരും വരില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ സാധിക്കുന്ന സമയത്തുകളൊക്കെ ദൈവ സ്നേഹത്തോടെ ഓരോ രോഗികളിലും ദൈവത്തിൻ്റെ മുഖം ദർശിച്ച് ഞാൻ ചെയ്യുന്നു. എൻ്റെ പേര് അരുൺ ആൻ്റണി. ഞാൻ ഈ പാലിയേറ്റീവ് കെയറിലേക്ക് കടന്നു വരാനുണ്ടായ സംഭവം വളരെ യാദൃശ്ചികമാണ്. അവിടെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളെന്ന വ്യക്തിയായ ഫാദർ സാജൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായി ഞാൻ ഒരു ദിവസം പോകുമ്പോൾ അച്ഛൻ എന്നെ കാണുകയും ഇവിടേക്കൊന്ന് കടന്നു ചെല്ലാൻ പറയുകയും, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കെയറിന് വേണ്ടി യാചിക്കുന്ന കുറേ ജനങ്ങൾ, കുറേ രോഗികൾ. ഒരു വർഷത്തോളമായി ഞാനിപ്പോൾ ഈ നഴ്സിംഗ് ഫീൽഡ് തന്നെ വിട്ടിട്ട് ഏകദേശം ഒരു വർഷമായി. ഇത്രയും പഠിച്ചിട്ട് ഞാൻ വെറുതെ നടക്കുകയും ഇവിടെ കുറേ ആളുകൾ അങ്ങനെ ഒരു കെയർ കിട്ടാതെ അലയുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം കുറ്റബോധം തോന്നി. എന്നിൽ തന്നെ ഒരു കുറ്റബോധം തോന്നി എനിക്ക്. അങ്ങനെയാണ് അവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള കാരണം. പിന്നെ എന്നെപ്പോലെ തന്നെ ഒരുപാട് ഗുഡ് ഫ്രണ്ട്സ് ഈ നഴ്സിംഗ് ഫീൽഡ് വേണ്ട എന്ന് വെച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഇങ്ങനെ ഇത് എന്നിലൂടെ ഒരു പ്രചോദനം, നഴ്സിംഗ് കെയറിന് വേണ്ടി യാചിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ ലോകത്തിലുണ്ട് എന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കുകയാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. എൻ്റെ പേര് ജിസ്. കാലടിക്ക് അടുത്തുള്ള കളമ്പാട്ടൂരം എന്ന ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ബാംഗ്ലൂരാണ് നഴ്സിംഗ് പഠിച്ചത്. ജീവിതത്തിൻ്റെ വളരെയേറെ മേഖലയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ. അപ്പോഴൊന്നും ഞാൻ എൻ്റെ പ്രൊഫഷനെ ഒരിക്കലും അതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയിരുന്നില്ല. പിന്നീട് ഞാൻ ജീസസ് യൂത്തിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ യേശുവിനെ കൂടുതലായിട്ട് അറിയുകയും, പ്രാർത്ഥന മാത്രമല്ല, യേശുവിനെ നാം കൂടുതലായി സ്നേഹിക്കുമ്പോൾ അവന് വേണ്ടി നാം പലതും ത്യാഗം ചെയ്യുകയും, അങ്ങനെയാണ് ഞാൻ ദൈവത്തെ കൂടുതലായിട്ട് അറിയാനും അവനിലായിരിക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. യാദൃച്ഛികമായിട്ടാണ് എൻ്റെ ആത്മീയ ഗുരു എനിക്ക് കാണുവാനിടയായി. അങ്ങനെയാണ് ഞാൻ ഈ പാലിയേറ്റീവ് കെയറിലേക്ക് എത്തുന്നത്. അവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. കാരണം അവിടുത്തെ അവസ്ഥ എൻ്റെ മനസ്സിൽ ആരോ പറയുന്ന പോലെ, മന്ത്രിക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു, നിൻ്റെ പ്രവർത്തനം ഇവിടെ ആവശ്യമാണെന്ന്. അങ്ങനെ ഞാനിവിടെ വരികയും എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇവരോടൊപ്പം ആയിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ കാരാഗൃഹവാസിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു എന്ന ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യുവതീ യുവാക്കളെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇന്ന് മാധ്യമലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് തെരുവിലെറിയപ്പെടുന്ന മാതാപിതാക്കളെക്കുറിച്ച്. എല്ലും നുറുങ്ങുന്ന വേദനയാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അമ്മമാരും, പിച്ചവെച്ച നാൾ മുതൽ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന പിതാക്കന്മാരും വാർദ്ധക്യത്തിൽ തെരുവിൽ എറിയപ്പെടുമ്പോൾ ദൈവത്തിന്റെ കരമെന്നോണം ഈ മാലാഖമാർ ഇവർക്ക് താങ്ങായി മാറുന്നു. രക്തബന്ധങ്ങളിൽപ്പെട്ടവർ പോലും ചെയ്യാൻ മടിക്കുന്ന സ്നേഹവും പരിചരണവുമാണ് ഭൂമിയിലെ മാലാഖമാർ ഇവർക്ക് നൽകുന്നത്. സിഗ്മാറ്റ പാലിയേറ്റീവ് കെയർ സെന്ററിലെ ഡയറക്ടറും പ്രഥമ ശുശ്രൂഷകനുമായ ഫാദർ സാജൻ പുരയ്ക്കൽ ഇവരുടെ ശുശ്രൂഷകളെ അഭിമാനപുരസ്സരം അനുസ്മരിക്കുന്നു. ഈ സ്ഥാപനം ഈശോയുടെ തിരുമുറിവുകളുടെ സഭ എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിലെ സ്റ്റിഗ്മാറ്റൈൻ സഭയിലെ ഇവിടെ സ്ഥാപനമാണ്. ഇവിടെ ഏകദേശം 1 വർഷമായിട്ട് പാലിയേറ്റീവ് കെയർ നടന്നു വരികയാണ്. ആരോരുമില്ലാതെ അനാഥരായി വഴിയോരങ്ങളിൽ കഴിയുന്നവരും എറണാകുളം ജനറൽ ഹോസ്പിറ്റലുകളിൽ നിന്നും അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോലീസ് കൊണ്ടുവന്നവരോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട് എങ്ങോട്ടും പോകാനില്ലാതെ വരുന്ന രോഗികളെ, കിടപ്പ് രോഗികളെ, ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഈ അടുത്ത കാലത്താണ് ഞാനിതിൻ്റെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നത്. ഏകദേശം 1 മാസത്തോളം ആകുന്നതേ ഉള്ളൂ. പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ് ഇതിന് കാരണമായത്. അപ്പോൾ പഴയ സ്റ്റാഫുകളെല്ലാം ഒഴിഞ്ഞു പോയി. വേഗം സ്റ്റാഫുകളെ അന്വേഷിക്കേണ്ടിയിരുന്നപ്പോഴാണ് ജീസസ് യൂത്തിലെ സജീവ പ്രവർത്തകനായ അനീഷും, ഞാൻ കുറുമശ്ശേരിയിലുള്ള ബെർട്ടോണി സെമിനാരിയുടെ റെക്ടറാണ്. അപ്പോൾ സെമിനാരി വിദ്യാർത്ഥികളും ഞങ്ങൾ ഒന്ന് ചേർന്ന് ആണ് ഈ സംഭവത്തിന് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടുപിടിച്ചതുപോലെ രാവും പകലും ഈ രോഗികളോടുകൂടെ, നമ്മളുടെ ആരൊക്കെയോ ആയിത്തീർന്ന ഈ രോഗികളോടുകൂടെ ആയിരിക്കാനായിട്ട് ദൈവം ഒരു നിയോഗം പോലെ ഞങ്ങളെ ആക്കി. ഇവിടെ സന്തോഷത്തോടെ ചെയ്യുകയാണ്. നാളെക്കുറിച്ചുള്ള ആകുലതയല്ല. ഓരോ ദിവസത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും എങ്ങനെ പോകുമെന്ന് പലരും ചോദിച്ചപ്പോൾ മതിൽക്കെട്ടുകളില്ലാത്ത ആകാശം മേലെ കാണുന്നുണ്ട്. പിതാവായ ദൈവം എല്ലാം സമൃദ്ധമായി നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസം. ഇന്നുവരെയും ഓരോ ദിവസവും പട്ടിണിയില്ലാതെ ശുശ്രൂഷകർ ആരും തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ശുശ്രൂഷകരെ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും സന്മനസ്സുള്ള യുവാക്കൾ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ഇത് ഓരോ ദിവസവും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ദൈവത്തിനു വേണ്ടി സേവനം ചെയ്യാൻ നമ്മുടെ ഇടയിൽ ഒരുപാട് ശുശ്രൂഷകളുണ്ട്. വരുമാനം കിട്ടിയാൽ പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തു തോന്നുന്നു ഇതിനെക്കുറിച്ച്? സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമുക്ക് പൈസയ്ക്ക് വേണ്ടി ആരെ കൊല്ലാൻ പോലും മടിക്കാത്ത യുവജനങ്ങൾ ഒത്തിരി ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഞാൻ പോലും ഇപ്പോൾ ഒത്തിരി മദ്യത്തിനും എല്ലാവിധ അടിച്ചുപൊളിയിലും ഞാൻ മുഴുകിയിരുന്നു. എൻ്റെ ജീവിതകാലത്ത് ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒത്തിരി അടിച്ചു പൊളിച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹിച്ച് ആ രീതിയിൽ പോയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ ആക്സിഡൻറ്റിലൂടെയാണ് ഞാനിപ്പോൾ ഈശോയെ അറിഞ്ഞത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈശോയുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ ഞാൻ ആദ്യം അടിച്ചു പൊളിച്ചതിലും ഒത്തിരി അതിലുമൊക്കെ അതിൻ്റെ 100 ഇരട്ടി സ്നേഹവും സന്തോഷവും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലുപരി ഇപ്പോൾ ഇവിടെ പാലിയേറ്റീവ് കെയറിൽ വന്ന് ഇപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അതിലും ഇരട്ടി സ്നേഹവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മാതാപിതാക്കളിൽ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. എൻ്റെ ഇടവകയിൽ ഒത്തിരി ചേച്ചിമാരും മറ്റുള്ള കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന് എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനൊക്കെ കടന്നു വരുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ ഇപ്പോൾ 21 പേഷ്യൻസാണ് അവിടെ ഉള്ളത്.
ആ പേഷ്യൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ശരിക്കും ഒരു സാധാരണ മനുഷ്യരെക്കാൾ ഉപരി അവരുടെ രോഗങ്ങളുടെ അവസ്ഥകൾ പലതാണ്. ചിലപ്പോൾ കാണുമ്പോൾ രോഗികൾക്ക് പ്രത്യേകിച്ച് രൂപത്തിൽ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പക്ഷേ അവർക്ക് പല പലതാണ്. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അതേപോലെ തന്നെ സൈക്യാട്രിക് ഇൽനെസ് ഉള്ള പേഷ്യൻസും ഉണ്ട്. എപ്പിലെപ്സി ഉള്ള പേഷ്യൻസ്, അതായത് പൾമണറി ഡിസീസ് ഉള്ള പേഷ്യൻസ് അവിടെയുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ മെഡിസിൻ, പിന്നെ അവർക്ക് ആവശ്യമായ ഓരോ ഡെയിലി അവർക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇതുവരേക്കും ഓരോ ദിവസം ഓരോ വ്യക്തികളിൽ നിന്നും നമ്മൾ വാങ്ങുന്നതാണ്. അപ്പോൾ ഓരോരുത്തരും സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികൾ വന്നിട്ട് അവർ വഴിയാണ് നമ്മൾക്കത് കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ആവശ്യമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിക് ഡോക്ടറുടെ ആവശ്യം അവിടെയുണ്ട്. മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവനെയൊക്കെ ഹെൽപ്പ് ചെയ്യാവുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ട്രെയിനിങ് എന്തെങ്കിലും കൊടുക്കാവുന്ന കഴിയുന്ന അങ്ങനെയുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും വന്ന് സഹായിക്കുവാണെങ്കിൽ അതും ഒരു നല്ല കാര്യമായിരിക്കും. അതുപോലെ മെൻ്റലി റിട്ടാർഡഡ് അല്ല, സൈക്യാട്രിക് പേഷ്യൻസ് പറഞ്ഞല്ലോ, COPD പേഷ്യൻസ് ഉണ്ട്, ചെസ്റ്റ് ഫിസിയോ, അങ്ങനെയുള്ള കെയർ കൊടുത്താൽ ഇമ്പ്രൂവ് ആവുന്ന തരത്തിലുള്ള പേഷ്യൻസ് അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള കെയർ, പിന്നെ അവർക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഡയപ്പർ, പാഡ്, ഗ്ലൗസ്, ഇതെല്ലാം ഓരോ പേഷ്യൻസിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. കാരണം എപ്പോൾ നോക്കിയാലും അവരുടെ മോഷൻ പാസ് ചെയ്യുന്നതും യൂറോ ബാഗ് ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് നഴ്സിംഗ് കെയർ കൊടുക്കുന്നുണ്ട്. അത് ഒരു സൈക്യാട്രിക് നേഴ്സ് എന്നുള്ള രീതിയിലും മെഡിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കെയറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കെയറും ഒരു നേഴ്സ് എന്നുള്ള രീതിയിൽ അല്ല, അവരുടെ ഒരു വീട്ടിലെ ഒരു മോള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കെയറും അവിടെ വരുന്നവരും അങ്ങനെ തന്നെ പ്രൊവൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒത്തിരി ശുശ്രൂഷകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെയ്യാനുണ്ടെങ്കിലും ഈ ഒരു ശുശ്രൂഷയ്ക്ക് ആരും കടന്നു വരാത്തതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് ബൈബിളിൽ അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായ ഒരു ക്ലാസിക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഉപമയാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ. കാരണം അതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാം, ആദ്യം പുരോഹിതൻ വരുന്നു. പുരോഹിതൻ ഒഴിവ് കഴിവ് പറഞ്ഞ് ആ മനുഷ്യനെ ശുശ്രൂഷിക്കാതെ കടന്നു പോകുന്നു. അതിന് തൊട്ട് പുറകെ ലേവായൻ വരുന്നു. ലേവായനും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് അദ്ദേഹവും കടന്നു പോകുന്നു. പക്ഷേ അപ്പോഴാണ് ഒരു എന്താ പറയുക, നല്ല സമറിയാക്കാരൻ എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ വരുന്നത്. ആ മനുഷ്യൻ വരുന്നു, ആ മനുഷ്യനെ അടുത്തെത്തി പരിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു, മുറിവ് വെച്ച് കെട്ടുന്നു. അദ്ദേഹത്തിന് തക്ക ശുശ്രൂഷ ചെയ്ത് അദ്ദേഹത്തിനെ ഒരു സത്രത്തിലാക്കുന്നു. സത്രത്തിലാക്കുക മാത്രമല്ല, സത്രത്തിൽ അദ്ദേഹത്തിന് വേണ്ട ആവശ്യങ്ങൾക്കുള്ള പൈസ കൊടുത്തേൽപ്പിക്കുന്നു. അദ്ദേഹം പോകുമ്പോൾ പറയുന്നത്, ഇനി ഞാൻ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ, എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്തു. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ബാക്കി പൈസ അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ കാണുന്നത്. ഇന്നത്തെ സമൂഹത്തിലും ഈ പുരോഹിതനെ പോലെ ലേവായനെ പോലെയുള്ള ആൾക്കാരാണ്. നമുക്ക് പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. പക്ഷെ നമുക്കറിയാം ഈ ഒരു അവസ്ഥ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്നൊരവസ്ഥയാണ്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ പോലും നോക്കാൻ തയ്യാറാകാത്ത മക്കളുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ ഈ പാലിയേറ്റീവ് കെയറിൽ ചെന്ന് ഒരു അവിടെയുള്ള അപ്പച്ചന്മാരോടും അവരൊക്കെ ഒരുപാട് ലോകപരിചയവും ലോകം കണ്ട് അവർ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് അവിടെയുള്ളവർ. അവരോട് അവരെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത ഒരു സമയത്ത് അവരോട് ചെന്ന് സുഖമാണോ എന്നൊരു ചോദിക്കാനുള്ളൊരു മനോഭാവം, അത് ചോദിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അതിൽ നിന്ന്
അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഉണ്ടാവുന്ന ഒരു അനുഭൂതി നമുക്ക് പറഞ്ഞാലോ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനോ സാധിക്കാത്ത ഒരു അനുഭവമാണത്. ആ ഒരു അനുഭവം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വേണമെന്ന് തോന്നുകയും അതിൽ കിട്ടുന്നൊരു സന്തോഷം അത് ജീവിതത്തിൽ എപ്പോഴും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹവും നമ്മുടെ മനസ്സിൽ തോന്നും. ആ ഒരു സന്തോഷമാണ് എന്നെ കൂടുതലായിട്ട് ഈ പാലിയേറ്റീവ് കെയറിലേക്ക് അടുപ്പിച്ചതും അവിടെ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കന്മാർക്ക് ചെയ്തു കൊടുക്കുന്ന തുല്യം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ് ആ പാലിയേറ്റീവ് കെയറിൽ ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുമ്പോഴും നമുക്ക് കാണാൻ കിട്ടുന്നതും നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതും. പ്രഭാതത്തിൽ ഇവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ശുശ്രൂഷയിൽ ഡയറക്ടറായ സാജനച്ചൻ്റെ നേതൃത്വത്തിലാണ് കരുണയുടെ സുഗന്ധം രോഗികളുടെ മേൽ ഇവർ വർഷിക്കുന്നത്. പ്രഭാതത്തിലെ കട്ടൻ ചായയിൽ ആരംഭിക്കുന്ന ശുശ്രൂഷയിൽ സ്വന്തം മക്കൾ പോലും മടിക്കുന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് കാണുമ്പോൾ സ്വർഗം തുറക്കുമെന്ന് ഉറപ്പാണ്. നിത്യരോഗികൾക്ക് ദിനംപ്രതി പരിശോധനയും ചികിത്സയും നൽകുന്നതോടൊപ്പം കുളിയും വൃത്തിയാക്കലും ആരംഭിക്കുന്നു. ജീസസ് യൂത്ത് പോലുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളും ഇടവകാംഗങ്ങളും മറ്റ് സുമനസ്സുകളും നൽകുന്ന സംഭാവനയിലൂടെ രുചിയേറിയ വിഭവങ്ങളും ഇവിടെ ആഹാരമായി നൽകുന്നു. സ്നേഹവും പരിചരണവും നൽകുന്നതോടൊപ്പം ആഹാരം വാരി നൽകാനും ഇവർ മനസ്സ് കാണിക്കുന്നു. 1 2 3 4 1 2 3 4 സാധിക്കുന്നവർക്ക് വൈകുന്നേരത്തെ വ്യായാമം നൽകിക്കൊണ്ടാണ് ഓരോ ദിവസത്തെയും ശുശ്രൂഷ പൂർത്തിയാവുന്നത്. നേഴ്സിംഗ് ബിരുദം നേടി വിദേശ രാജ്യങ്ങളിൽ ലക്ഷങ്ങൾ വരുമാനം നേടുന്ന യുവതീ യുവാക്കളോടൊപ്പം ജോലി ചെയ്ത് വരുമാനം നേടിയവരും ഇവരുടെ ഇടയിലുണ്ട്. എന്നാൽ ആ ലക്ഷ്യങ്ങളെക്കാൾ ദൈവം വിലമതിക്കുന്നത് ആരോരുമില്ലാത്ത ഈ പാവങ്ങളോടുള്ള കരുണയാണെന്ന് തിരിച്ചറിവാണ് വിദേശത്തെ നേഴ്സിംഗ് ജോലി രാജിവെച്ച് ഈ ശുശ്രൂഷാലയത്തിൽ യാതൊരു വരുമാനവും സ്വീകരിക്കാതെ ശുശ്രൂഷ ചെയ്യാൻ ഈ യുവരത്നങ്ങൾക്ക് പ്രേരണയായത്. സ്ഥിര വരുമാനമുണ്ടായിട്ടും ജീവിക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ ഒരു വരുമാനവും പ്രതീക്ഷിക്കാതെ നിങ്ങളിവിടെ സേവനം ചെയ്യുന്നു. നിങ്ങളുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒത്തിരി സ്വത്തിനും എൻ്റെതായ ജീവിതങ്ങൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഓടിയിട്ട് അവിടെയൊക്കെ മിക്കപ്പോഴും പരാജയങ്ങൾ സംഭവിച്ചേന്. പക്ഷേ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ തന്നെ ഒത്തിരി എൻ്റെ കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചു. വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും ദൈവം ഒത്തിരി ക്രമീകരിച്ചു. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ സംഭവം എല്ലാം നല്ല രീതിയിൽ ഞാൻ എനിക്ക് വേണ്ടി ഞാനല്ലാതെ പക്ഷേ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്തപ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കലി അതെല്ലാം നല്ല രീതിയിൽ
മുന്നോട്ടേക്ക് പോയിരുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. നമ്മൾ വിചാരിക്കുന്നതല്ല, ഈശോ വിചാരിക്കുന്നത് എന്തോ അതായിത്തീരാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഈശോ വിചാരിക്കാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് പോയാൽ നമ്മൾ അവിടെ എത്തിപ്പെടില്ല. നമ്മൾ എത്ര വിഷമിക്കുന്ന അവസ്ഥകളുണ്ടായാലും അത് എല്ലാം ഈശോയിൽ അർപ്പിച്ച് കഴിഞ്ഞാൽ ഈശോ ആ വഴിയിൽ നടത്തും. അത് എനിക്ക് അനുഭവപ്പെടാനുള്ള കാര്യം ഇപ്പോൾ ഈ വന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ വരാൻ തുടങ്ങിയപ്പോൾ സാജന അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തോടാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മാസമാണല്ലോ, അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ അവിടെ വരുന്ന രോഗികൾക്ക് മുമ്പോട്ട് എന്ത് ചെയ്യണം, ഇനി എന്താണ് അവരുടെ പൈസ, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്കിടെ പൈസ എങ്ങനെ കണ്ടെത്തും, അപ്പോൾ ഈശോ തരും, ഈശോ തരും, ഈശോ നടത്തട്ടെ. ആ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാടോ സഹനമോ ബുദ്ധിമുട്ടോ വന്നാലും അതുമാതിരി ഈശോ തരും, ഈശോ കാക്കട്ടെ എന്ന് പറയാൻ നമുക്കും തോന്നും. ഇരുമ്പിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ അത്ര വലിയ സഹനമാണെങ്കിൽ പോലും അതേ വാക്ക് നമുക്ക് പറയാൻ തോന്നും: ഈശോ തരും, ഈശോ കാക്കട്ടെ. അതാണ്, പൈസയല്ല. പൈസ അന്വേഷിച്ച് പോയാൽ പൈസ തരുന്നതും നമുക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ആവശ്യമാണ്. കുടുംബത്തിലെ മറ്റംഗങ്ങളും ജോലി ചെയ്യണു, അതോടൊപ്പം നമ്മളും ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ഈശോ നമ്മുടെ കുടുംബത്തും അനുഗ്രഹം ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒത്തിരി നാൾ പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ ഇങ്ങനെ ഒരു പാലിയേറ്റീവ് കെയറിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, നിനക്കാകുന്ന ദിവസങ്ങളിൽ അവിടെ പോയി സേവനം ചെയ്യുക, ബാക്കിയെല്ലാം ദൈവം നടത്തിത്തരും. അങ്ങനെ എൻ്റെ ആഗ്രഹം ഞാൻ മദർ ഇൻ ലോയോട് പറഞ്ഞപ്പോൾ അമ്മയും പറഞ്ഞത് ഇങ്ങനെയാണ്: കുടുംബത്തെ കാര്യങ്ങളും മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളും ഒന്നും നീ ഓർക്കണ്ട, എല്ലാം ദൈവം നടത്തിത്തരും. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിട്ട് മറ്റുള്ളവർക്ക് എന്ത് സഹായം നിനക്ക് ചെയ്യാൻ പറ്റുന്നുവോ അത് നിന്നാലാവുന്നത് ചെയ്യുക. അങ്ങനെ ഒരു സേവനത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഒരിക്കലും കിട്ടാത്ത ഒരു മനസ്സിൻ്റെ സംതൃപ്തി എനിക്ക് നേടാൻ കഴിഞ്ഞു. ഇന്നത്തെ യുവ തലമുറയിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ, കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോൾ കിടപ്പ് രോഗികളായ അമ്മമാരാണെങ്കിൽ അവർക്ക് ആ കല്യാണം വേണ്ട, അല്ലെങ്കിൽ ചട്ടയും മുണ്ടും ഉള്ള അമ്മമാർ വേണമെങ്കിൽ അവരുടെ മക്കളായിട്ട് കല്യാണം വേണ്ട എന്നുള്ള ഒരു മനോഭാവമാണ് ഇന്നത്തെ യുവ തലമുറയിലെ പെൺകുട്ടികൾക്കുള്ളത്. ഇന്നത്തെ കാലത്ത് ആർക്കും തന്നെ സമയമില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവരുടെ പിതാവോ മാതാവോ മരിച്ചാൽ തന്നെ അവർ ആ മക്കളുടെ അവൈലബിലിറ്റിക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യേണ്ട സമയമാണ്. ഞങ്ങൾക്കിപ്പോൾ സമയമില്ല, 2 ദിവസം കഴിയട്ടെ, 3 ദിവസം കഴിയട്ടെ, എന്നിട്ട് അടക്കാം എന്ന് വരെ പറയുന്ന ഒരു മനോഭാവമാണ് ഉള്ളത്. അങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള ഒരു തലമുറയെ കൂടെ കഴിയുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം സമ്പത്തും അല്ല ഏറ്റവും വലിയൊരു ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്ന സമ്പത്ത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സോഴ്സ് എന്ന് പറയുന്ന സമ്പത്തല്ല. അത് എല്ലാ സമ്പത്തിൻ്റെയും ദാതാവായ ദൈവം അത് നമുക്ക് തരും എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലൂടെയാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇസ്ഹാക്കിനെ അബ്രാഹാം ബലിയർപ്പിക്കാനായിട്ട് പോയപ്പോൾ ഇസ്ഹാക്ക് 2-3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്: പിതാവേ, ബലിയുണ്ട്, വിറകുണ്ട്, പക്ഷേ ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണെന്ന് പലപ്പോഴും ചോദിക്കുമ്പോൾ അബ്രാഹാം ഇസ്ഹാക്കിനോട് പറയുന്നുണ്ട്: മോനെ, അത് ദൈവം തരും. ഈ ഒരു മനോഭാവമാണ് എനിക്കുള്ളത്. എല്ലാം ദൈവം തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയും ഉറച്ച ബോധ്യത്തോടെയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഈ സംരംഭത്തിലോട്ട് വന്നത്. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ഈ യുവതലമുറയോട്, ആരും അംഗീകരിച്ചു പോകുന്ന ഈ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾക്ക് പറയാനുള്ളൊരു മെസ്സേജ് എന്താണ്? ഇന്നത്തെ സമൂഹത്തിൽ അവൻ്റെ സ്ഥാനമാനങ്ങൾ തന്നെ നിശ്ചയിക്കുന്നതും അവൻ്റെ പൊസിഷൻ തന്നെ നിശ്ചയിക്കുന്നതും അവൻ്റെ സമൂഹത്തിലെ അവൻ്റെ പൊസിഷനും അതുപോലെ തന്നെ അവൻ്റെ സമ്പത്തും നോക്കിയാണ്. അതുപോലത്തെ ഒരു ട്രെൻഡിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ മനുഷ്യൻ അറിയുന്നില്ല, ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ മതി അവൻ്റെ ജീവിതം അവിടെ വെച്ച് അവൻ ഉദ്ദേശിക്കുന്ന പോലെ പോകില്ല. പക്ഷെ മനുഷ്യരുടെ വിചാരം മുഴുവൻ എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണെന്നാണ്. പക്ഷേ നമ്മളൊന്നുമല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപകടം സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഈ രോഗികളെപ്പോലെ നമ്മളും കിടപ്പിലാകാം. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാതെയാണ്
നമ്മുടെ പ്രത്യേകിച്ച് ഇന്നത്തെ യുവ തലമുറ പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾക്കും അതുപോലെ ആഡംബര ഭ്രമത്തിനും വേണ്ടി സമയം ചെലവഴിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്രമാത്രം ഓടിയാലും നമ്മൾ അവസാനം നമ്മൾ ഈ ലോകത്തിൻ്റേതല്ല. നമ്മളൊരു ദിവസം നമ്മൾ ഈ ലോകത്തിൽ നിന്നും പോകുന്നവരാണ്. അപ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് എന്തെങ്കിലും നമ്മൾ നിക്ഷേപം കരുതി വയ്ക്കാനുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നല്ല സമയങ്ങൾ, അത് പുണ്യപ്രവർത്തികളാവാം, സൽകൃത്യങ്ങളാവാം, ചിലപ്പോൾ ഇതുപോലെ ഒരു മകനെയെങ്കിലും ഒരു മകളെയെങ്കിലും അല്പമെങ്കിലും നമുക്ക് അവരുടെ മുറിവുകളിൽ നമുക്ക് മരുന്ന് വെച്ച് കെട്ടാൻ കിട്ടുന്ന സന്ദർഭമായിരിക്കാം. അതല്ലെങ്കിൽ അവരെ ഒന്ന് ആശ്വസിപ്പിക്കലായിരിക്കാം. ഇങ്ങനെ ചെറുതായിട്ട് കിട്ടുന്ന സമയങ്ങൾ അത് ഒത്തിരി നമ്മൾ വില കൊടുത്ത് നമ്മൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. അനാഥരോടും രോഗികളോടും കരുണ കാണിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർ ദൈവത്തെ കാണും, ആ സ്നേഹം അനുഭവിക്കും. അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. ഇവരുടെ ഈ നന്മ പ്രവൃത്തി കണ്ട് സ്വന്തം മാതാപിതാക്കളെയെങ്കിലും പരിചരിക്കാൻ വളർച്ചയുടെ പടികൾ കയറാൻ പരിശ്രമിക്കുന്ന യുവതീ യുവാക്കൾ തയ്യാറായെങ്കിൽ തങ്ങളുടെ ജീവിതം സഫലമായി എന്ന് ഇവർ ഓരോരുത്തരും വിശ്വസിക്കുന്നു.